മക്കളെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എക്സാം ടൈമാണ് ഇപ്പോൾ അല്ലേ. അപ്പം ഈ ഒരു ചെറിയ മിസ്റ്റേക്സ്, ഒരു 5 മിസ്റ്റേക്സ് മിസ് പറയുന്നുണ്ടാകും. അതിലേതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള എക്സാംസിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി നോക്കുക. മിക്കവാറും മക്കളെല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്സാണ് ഇത്. ആൻഡ് ഈ മിസ്റ്റേക്സ് കാരണം നിങ്ങൾക്ക് ഒരു 5 to 10 മാർക്സ് വരെ കുറഞ്ഞിട്ടും ഉണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എല്ലാം പഠിച്ചതാണല്ലോ, ഞാൻ എല്ലാം റിവിഷനൊക്കെ ചെയ്തതാണല്ലോ, എന്നിട്ടും എനിക്ക് എന്താണ് മാർക്സ് കുറഞ്ഞത്, അത് ഈ ഒരു മിസ്റ്റേക്സ് കൊണ്ടാണ്. അപ്പോൾ ഈ മിസ്റ്റേക്സിന് എന്ത് ചെയ്യാതിരിക്കുക, എൻ്റെ കുട്ടികൾ വരുത്താതിരിക്കുക. സോ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളുടെ എക്സാം പ്രഷറാണ്. അതായത് എക്സാം നമ്മളെല്ലാവരും പണ്ട് മുതലേ ഇങ്ങനെ കേൾക്കുന്നതാണല്ലോ, എക്സാം ആകുമ്പോഴേക്കും നമ്മൾ പഠിക്കണം, അങ്ങനെ ഫുൾ നമ്മൾ പ്രഷറിലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആൻഡ് ഈ എക്സാം ഡേയ്സിൽ പ്രത്യേകിച്ച് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പല ആൾക്കാരും നിങ്ങൾ തന്നെ കാണുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മളൊന്ന് കൂളായിട്ട് എക്സാം ഹാളിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുണ്ടാവും എല്ലാവരും ബുക്ക് എടുത്ത് പഠിക്കുന്നു. എക്സാം ക്ലാസ് റൂമിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ബുക്ക് വായിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇത്രയും പ്രഷർ കൊടുക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എല്ലാവരും പഠിക്കുന്നത് കാണുമ്പോഴും അതേപോലെ തന്നെ എല്ലാവരും പഠിക്കുന്നത് ഞാനും കൂടെ പഠിക്കുക, അങ്ങനെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ എന്താണ്, നമ്മൾ പഠിക്കാത്ത പുതിയ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, നീ ഈ ടോപ്പിക്ക് പഠിച്ചോ, ഇത് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റിൽ എന്താണ്, ആ ടോപ്പിക്ക് പോയിട്ട് പഠിക്കും. ആൻഡ് അത് നമുക്കൊട്ട് തലയിൽ കയറുമില്ല. കാരണം ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് കയറാനാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ പ്രഷർ കൂടി നമ്മളുടെ കോൺഫിഡൻസ് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചതൊന്നും നിങ്ങളുടെ തലയിൽ ഉണ്ടാവില്ല. നിങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചില്ല, ആ ടോപ്പിക്ക് ഞാൻ പഠിച്ചില്ല. അങ്ങനെ എന്താണ്, നമുക്ക് പ്രഷർ കൂടിയിട്ട് നമ്മളുടെ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതിൽ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവുന്ന മിസ്സിന് ഉറപ്പാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ ചിലപ്പം ഇപ്പോൾ മിസ്സിനാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ വരെ, അതായത് എക്സാം ഹാളിൽ എത്തുന്നതിന് മുൻപ് വരെ ബുക്ക് വായിക്കുന്നത് തന്നെയാണ് താല്പര്യം. പക്ഷേ മിസ് എൻഷുർ ചെയ്യാറുള്ള 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പുതിയതായിട്ടുള്ള ടോപ്പിക്സ് ഒന്നും പഠിക്കാറില്ല. അതായത് ലാസ്റ്റ് മിനിറ്റിൽ വരെ ഞാൻ പഠിക്കുമെങ്കിലും ഞാൻ ചെയ്യുന്നത് റിവിഷൻ ആയിരിക്കും. അതായത് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള എനിക്ക് അറിയുന്ന ടോപ്പിക്സ് എന്താ ചെയ്യുക, റിവിഷൻ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രഷർ കുറയ്ക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റിവിഷൻ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ തലേന്ന് ദിവസം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്ന് ഒത്തിരി സംസാരിക്കാൻ വേണ്ടി പോകണ്ട. ചിലപ്പോൾ അവർ പറയും ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കുറയാൻ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലപോലെ എക്സാം ടൈമിൽ ഉറങ്ങുക എന്നുള്ളതാണ്. എല്ലാ മക്കളും വരുത്തുന്ന ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കാലം റിവിഷൻ ചെയ്യാൻ കിട്ടിയ സമയം, പഠിക്കാൻ കിട്ടിയ സ്റ്റഡി ലീവ് ഒന്നും പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റിൽ എന്താണ്, എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് ഉറക്കമൊഴിച്ചൊക്കെ പഠിക്കും. അത് ചിലപ്പം എന്താണ്, നിങ്ങളുടെ എക്സാമിന്, നിങ്ങൾ നല്ലപോലെ എഴുതേണ്ട നിങ്ങളുടെ എക്സാമിനെ ബാധിക്കാനിടയുണ്ട്. കാരണം നിങ്ങൾ പഠിച്ചതൊക്കെ പ്രോസസ്സ് ചെയ്യേണ്ട ടൈമാണ് ഈ ഒരു സ്ലീപ്പ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് വരും, നിങ്ങൾക്ക് ഉറക്കം വരും, നിങ്ങൾക്ക് എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ എന്താ ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ പ്രഷറാണ്. എന്താണ് പേപ്പർ പ്രഷർ? പേപ്പർ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അതായത് നമ്മൾ എല്ലാവർക്കും, മെജോറിറ്റി മക്കൾക്ക് ഉണ്ടാവുന്നത്, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ വായിക്കും അല്ലേ. ഫസ്റ്റ് മുതലല്ലേ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിൽ 1 or 2 ക്വസ്റ്റ്യൻസ് ടഫായിരിക്കും, പോയി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. പിന്നെ എന്താണ്, അയ്യോ എൻ്റെ പേപ്പർ പോയി, എല്ലാം ടഫായി, എൻ്റെ കയ്യിൽ നിന്ന് പോയി, അങ്ങനെ പറഞ്ഞിട്ട് എന്താണ്, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതെന്താണ്, ആകെ 1 or 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ടഫായിരിക്കുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ മുകളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ പറ്റിയത്, നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ പോലും നമുക്ക് എഴുതാൻ പറ്റാത്ത രീതിയിൽ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൂളായിട്ടിരിക്കുക. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നു, നിങ്ങൾക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, അവിടെ വെക്കുക. ഇതെല്ലാം 1 മാർക്കിൻ്റെ ആയിരിക്കുമല്ലോ, ഇതൊക്കെ അവിടെ നമ്പർ ഇട്ട് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് എന്തുള്ളത്, ഒരു കൂൾ ഓഫ് ടൈം ഉള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിക്കുക. അപ്പോൾ ഇതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ടഫാണ്, അറിയില്ല, 2ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, 3ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ നിങ്ങൾക്ക് പതിയെ കിട്ടും. കാരണം നമ്മൾ പ്രഷറിൽ വായിക്കുന്നതുകൊണ്ടാണത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്നതിലോ നിങ്ങളുടെ ചിന്തിക്കുന്നതിലോ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ബാക്കിയുള്ള ഈസി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. രണ്ടാമത്തെ എക്സാം ഹാൾ മിസ്റ്റേക്കിലാണ് ഫോക്കസിങ് മോർ ഓൺ ആൻസേഴ്സ്.
അല്ല, ഇതെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്കും നമുക്ക് എന്താണ്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മര്യാദയ്ക്ക് വായിക്കാനുള്ള ചാൻസ് കുറവാണ്. പകരം നമ്മൾ എന്താണ്, എഴുതുന്നതിൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. വേഗം വേഗം എങ്ങനെയെങ്കിലും നമുക്ക് അറിയുന്ന ആൻസർ അങ്ങോട്ട് എഴുതി വെക്കണം. അതിൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഡൗട്ടാണ്. ചിലപ്പോൾ എന്താണ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡാഷ് എന്നുള്ളത് വാട്ട് ആർ നോട്ട് ദ പ്രോപ്പർട്ടീസ് എന്നായിരിക്കും. ആ നോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുണ്ടാവും. ഇതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊരു കറക്റ്റ് കണ്ടു, അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കാൻ തുടങ്ങി. പക്ഷേ ചോദിച്ചിട്ടുള്ളത് എന്തായിരിക്കും? നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രത്തോളം തിടുക്കം കൂട്ടി എഴുതിയിട്ടുള്ള നമ്മളുടെ ആൻസർ കംപ്ലീറ്റ് തെറ്റിയില്ലേ? ഓക്കെ, ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ പേപ്പർ റിവിഷനാണ്. അതായത് ഫൈനൽ പേപ്പർ റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഇങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് 1 മാർക്കിൻ്റെ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് സെറ്റ് നമുക്ക് 2 മാർക്കിൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ടൈമൊന്നും നോക്കില്ല. നമ്മൾ അങ്ങോട്ട് വിശദീകരിച്ച്, നമുക്ക് അറിയുന്ന ആൻസർ അല്ലേ, നമ്മൾ അങ്ങോട്ട് വിശദീകരിച്ച് എഴുതാൻ വേണ്ടി തുടങ്ങും. സമയം നോക്കില്ല, അത് എത്ര മാർക്സിൻ്റെ ആണോ നോക്കില്ല. നമുക്ക് അറിയുന്ന കാര്യം കൂടെ എല്ലാവരെയും അല്ലേ പേപ്പറിൽ എഴുതി ടീച്ചർക്ക് മനസ്സിലാവട്ടെ എനിക്കിത് അറിയുന്നതാണെന്ന്, ആ രീതിയിൽ നമ്മൾ ഫുൾ അങ്ങോട്ട് എഴുതാൻ തുടങ്ങും. ടൈം നോക്കില്ല. അങ്ങനെ ടൈം നോക്കാതെ ആകുമ്പോൾ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് നിങ്ങൾക്കൊരു 10 മിനിറ്റ്സ് നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോ, നിങ്ങൾ എഴുതിയതൊക്കെ പ്രോപ്പറാണോ, ഇനിയിപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്തത്, നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ചെയ്യേണ്ട ആ ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടില്ല. അത് മാത്രമല്ല, അവസാനത്തേക്ക് നമുക്ക് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, അവസാനത്തേക്ക് നമുക്ക് ചിലപ്പോൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇതൊന്നും എഴുതാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ സമയമെടുത്ത് എഴുതുകയല്ലേ. അപ്പോൾ ആ ഒരു കാര്യം മക്കൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്നതായാലും അറിയാത്തതായാലും എന്ത് ചെയ്യുക, ടൈം നോക്കുക, അതുപോലെ എത്ര മാർക്സിൻ്റെ ആണെന്ന് നോക്കുക, അതിന് വേണ്ട കാര്യം മാത്രം എഴുതാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 10 മിനിറ്റ്സ് എന്താണ്, എപ്പോഴും ഫൈനൽ പേപ്പർ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, രണ്ടാമത്തേതായിട്ട് നമ്മൾ എഴുതിയത് കറക്റ്റാണോ, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, കാൽക്കുലേഷൻസ് ചെയ്തത് കറക്റ്റാണോ, ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നോക്കാനാണ് നമുക്ക് ആ ലാസ്റ്റ് 10 മിനിറ്റ്സ്. അത് നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വാട്ടർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ് എക്സാം ഹോൾ ഹാക്സിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ വരുന്ന മിസ്റ്റേക്സിൽ മിസ് എന്തിനാ വാട്ടറിൻ്റെ കാര്യം പറയുന്നത്? സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ മക്കളെല്ലാവരും ബയോളജിയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ 75% വാട്ടറാണ്. അതിൽ നമ്മളുടെ ബ്രെയിൻ എടുത്താലും അതിലും മെജോറിറ്റി എന്താണ്, വാട്ടറാണ്. അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ്, അയ്യോ ഇതെനിക്ക് അറിയില്ലല്ലോ, ഇതെനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നി നമ്മളിങ്ങനെ ഓവർ സ്ട്രെസ്ഡ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കരുതുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു വാട്ടർ ബോട്ടിൽ കരുതിയാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് കുറച്ചൊന്ന് വെള്ളം കുടിക്കാം. അങ്ങൊന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് റിലാക്സ്ഡ് ആകും. അത് മാത്രമല്ല നമ്മളുടെ ബ്രെയിനിന് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും പറ്റും. കാരണം നിങ്ങളൊരു 2-2.5 മണിക്കൂർ ഇരുന്ന് എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡി മാത്രമല്ല നമ്മളുടെ ബ്രെയിനിനെ കൂടി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയില്ല എന്ന് കരുതിയ ക്വസ്റ്റ്യൻ പോലും നമുക്ക് എന്താണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞ് കേട്ടതാവാം, ടീച്ചർ പറഞ്ഞ് കേട്ടതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇത് ലൈവിൽ കേട്ടതാവാം, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ വായിച്ചതാവാം. അത് നമുക്ക് കണക്ട് ചെയ്യാനും നമുക്ക് റീകോൾ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഒരു വാട്ടർ ബോട്ടിൽ എന്തായാലും നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതെനിക്ക് അറിയുന്നതാണല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി ടെൻഷൻ ആവണ്ട. ജസ്റ്റ് ഒരു ഡീപ്പായിട്ടൊരു 3 തവണ ബ്രെത്ത് എടുക്കുക. ഓക്കെ, നല്ലപോലെ ഡീപ്പായിട്ട് എടുക്കുക, വിടുക. ഓക്കെ, എന്നിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോഴേക്ക് തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളൊന്ന് കൂളാവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഒരു മിസ്റ്റേക്സ് ഇനി വരുത്താതിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ എക്സാംസിൽ വരുത്തുക. എക്സാംസ് അടിപൊളിയായിട്ട് എഴുതുക. പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.